അങ്ങനെ 2025 പടിയിറങ്ങി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു സാധാരണ വർഷമായിരുന്നില്ല. വലിയ വിജയങ്ങളും നെഞ്ചു തകർത്ത ദുരന്തങ്ങളും രാഷ്ട്രീയ അട്ടിമറികളും നിറഞ്ഞാടിയ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു വർഷമായിരുന്നു 2025. നമ്മളെ ഞെട്ടിച്ച, ഒരേ സമയം കരയിപ്പിക്കുകയും അഭിമാനിപ്പിക്കുകയും ചെയ്ത ആ വർഷത്തിലെ പ്രധാന സംഭവങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഏറ്റവും വലിയ വേദനയോടെയാണ് നമ്മൾ ഈ വർഷത്തെ ഓർമ്മിക്കുന്നത്. ജൂൺ 12-ന് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനം മേഘാനി നഗറിലെ ഒരു ഹോസ്റ്റലിന് മുകളിലേക്ക് തകർന്നു വീണത് രാജ്യം മറന്നിട്ടില്ല. 260 പേരുടെ ജീവനാണ് അന്ന് പൊലിഞ്ഞത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു അത്. ആൾക്കൂട്ടങ്ങൾ മരണമായി മാറിയ വർഷം കൂടിയായിരുന്നു 2025. പ്രയാഗ്രാജിലെ കുംഭമേളയിലുണ്ടായ തിരക്കിൽ 30 പേർ മരിച്ചു. തമിഴ്നാട്ടിൽ നടൻ വിജയ് തൻ്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച ചടങ്ങിനിടയിലുണ്ടായ തിക്കിലും തിരക്കിലും 39 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 18 വർഷത്തിന് ശേഷം RCC കപ്പ് നേടിയപ്പോൾ ബാംഗ്ലൂരുവിൽ നടന്ന ആഘോഷങ്ങളും ദുരന്തത്തിൽ കലാശിച്ചു. അവിടെ 11 പേരാണ് മരിച്ചത്. അതിർത്തികളിലും കാര്യങ്ങൾ ശാന്തമായിരുന്നില്ല. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 26 പേർ കൊല്ലപ്പെട്ടു. അതിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം പാക് അധീന കാശ്മീരിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ വഴി 9 ഭീകര ക്യാമ്പുകൾ തകർത്തു. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനവും രാജ്യത്തെ നടുക്കി. രാഷ്ട്രീയ രംഗത്തും വലിയ മാറ്റങ്ങൾ കണ്ട വർഷമായിരുന്നു 2025. അതിലേറ്റവും സുപ്രധാനമായി പറയേണ്ടത് 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ താമര വിരിഞ്ഞു. കെജ്രിവാളിനെ വീഴ്ത്തി BJP അധികാരത്തിലേറി. രേഖ ഗുപ്ത മുഖ്യമന്ത്രിയായി. ബീഹാറിൽ പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. നിതീഷ് കുമാർ തന്നെ 10ാം തവണയും മുഖ്യമന്ത്രിയെ അധികാരമേറ്റു. ഈ ദുരന്തങ്ങൾക്കിടയിലും അഭിമാനിക്കാൻ നിമിഷങ്ങളുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പെൺപുലികൾ ചരിത്രമെഴുതി. ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ആദ്യമായി ലോകകപ്പ് ഉയർത്തി. എന്നാൽ ഫുട്ബോൾ ദൈവം ലയണൽ മെസ്സി കൊൽക്കത്തയിലെത്തിയപ്പോൾ നടന്നത് നാണക്കേടായിരുന്നു. സംഘാടനത്തിലെ ഗുരുതര പിഴവുകൾ കാരണം ആരാധകർക്ക് മെസ്സിയെ കാണാൻ പോലും കഴിഞ്ഞില്ല. ഒടുവിൽ വലിയ സംഘർഷത്തിലാണ് പരിപാടി അവസാനിച്ചത്. നിയമരംഗത്തും നിർണായക മാറ്റങ്ങളുണ്ടെന്നു. വഖഫ് ബിൽ പാസാക്കിയെങ്കിലും സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായി. GST സ്ലാബുകൾ 5%, 18% എന്നിങ്ങനെ കുറച്ചു. പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടിക പുതുക്കലും വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. 2025 ഏറ്റവും വലിയ പരിസ്ഥിതി വിവാദമായി മാറിയത് ആരവല്ലി മലനിരകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മുമ്പ് ആരവല്ലി എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായ എല്ലാ കുന്നുകളും അതിൽ ഉൾപ്പെടുമായിരുന്നു. എന്നാൽ പുതിയ നിയമമാറ്റത്തോടെ 100 മീറ്റർ ഉയരമില്ലാത്ത കുന്നുകൾ ഇനി ആരവല്ലി മലനിരകളായി കണക്കാക്കില്ല. നിയമത്തിൻ്റെ കണ്ണിൽ ഇവ ഇനി മലയല്ല, സാധാരണ ഭൂമിയാണ്. ഇതോടെ വന നിയമങ്ങളുടെ സംരക്ഷണം നഷ്ടമാകും. JCBകൾ ഇറങ്ങും, കുന്നിടിക്കും, ഖനനവും റിസോർട്ടുകളും വരും. പ്രകൃതിയുടെ വലിയൊരു സംരക്ഷണ കവചം ഇല്ലാതാകുമെന്ന രീതിയാണ് ശക്തമായ പ്രതിഷേധങ്ങൾക്ക് കാരണം. അസമിലെ പ്രിയ ഗായകൻ സുബിൻ ഗാർഗിൻ്റെ ദുരൂഹ മരണവും ഗോവയിലെ നൈറ്റ് ക്ലബ് തീപിടുത്തവും ഉൾപ്പെടെ നിരവധി മുറിവുകളാണ് 2025 രാജ്യത്തിന് നൽകിയത്. ചിരിയും കരച്ചിലും ആവേശവും വേദനകളും ഒരുമിച്ചുള്ള വർഷമായിരുന്നു 2025. 2026 കൂടുതൽ നല്ല വാർത്തകളും സംഭവ വികാസങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.